തഹാനി സ്റ്റീൽസ് എടക്കഴിയൂർ ചാവക്കാട്. ആളൂക്കാരൻ ജുവല്ലറി മുതുവട്ടൂർ, ചേറ്റുവ റോഡ് ചാവക്കാട്, ചേറ്റുവ റോഡ് വാടാനപ്പള്ളി, ഒരുമനയൂർ. ലോകകപ്പ് ഫുട്ബോൾ ബിഗ് സ്ക്രീൻ പ്രദർശനം നിർത്തിവെക്കണമെന്ന സർക്കാർ ഉത്തരവുമായി ഗുരുവായൂർ നഗരസഭാ ഉദ്യോഗസ്ഥർ ഗുരുവായൂർ നഗരസഭാ ടൗൺ ഹാളിൽ എത്തിയപ്പോൾ സംഘാടക സമിതി ഭാരവാഹികളും ഫുട്ബോൾ പ്രേമികളും ചേർന്ന് തടഞ്ഞു. ലോകകപ്പ് ഫുട്ബോൾ ബിഗ് സ്ക്രീൻ പ്രദർശനം താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന ഉത്തരവുമായാണ് നഗരസഭാ ഉദ്യോഗസ്ഥർ ഇന്ന് വൈകിട്ട് ഗുരുവായൂർ ടൗൺ ഹാളിലെത്തിയത്. ഗുരുവായൂർ ടെമ്പിൾ പോലീസും ഒപ്പമുണ്ടായിരുന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് വേണ്ടി ഡെപ്യൂട്ടി സെക്രട്ടറി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർക്കും ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറിക്കും നൽകിയ ഉത്തരവുകൾ ഉദ്യോഗസ്ഥർ ടൗൺ ഹാളിന് മുന്നിൽ പതിപ്പിച്ചു. ഇതോടെ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളുടെ ബിഗ് സ്ക്രീൻ പ്രദർശനം നടക്കുന്ന ടൗൺ ഹാൾ അടയ്ക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് ഫുട്ബോൾ പ്രേമികളും സംഘാടക സമിതി ഭാരവാഹികളും രംഗത്തെത്തി. തുടർന്ന് ഉദ്യോഗസ്ഥരെ സംഘാടക സമിതി ഭാരവാഹികളും ഫുട്ബോൾ പ്രേമികളും വിവരങ്ങൾ ധരിപ്പിച്ചു. ബിഗ് സ്ക്രീൻ പ്രദർശനം നിർത്തിവെക്കണമെന്ന ഉത്തരവിനെതിരെ സംഘാടക സമിതി കൺവീനർ KR സൂരജ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ നാളെ ഉത്തരവുണ്ടാകുമെന്നും ഉത്തരവിന് ശേഷം ഇതു സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളാമെന്നുമായിരുന്നു സംഘാടക സമിതി ഭാരവാഹികൾ ഉദ്യോഗസ്ഥരെ അറിയിച്ചത്. ഇതോടെ ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തു നിന്നും മടങ്ങി. ഗുരുവായൂർ സ്പോർട്സ് അസോസിയേഷൻ സംഘാടക സമിതിക്ക് ജൂലൈ 11 മുതൽ ജൂലൈ 19 വരെ ലോകകപ്പ് ഫുട്ബോൾ പ്രദർശനത്തിനായി ടൗൺ ഹാൾ സൗജന്യമായി അനുവദിച്ച നഗരസഭ മുൻപ് ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ പുതിയ സർക്കാർ ഭരണത്തിലേറിയ ശേഷം നഗരസഭാ സെക്രട്ടറി വിയോജനക്കുറിപ്പ് നൽകുകയും തൃശൂർ ജോയിന്റ് ഡയറക്ടർ ശ്യാമലക്ഷ്മി സർക്കാർ അനുമതി ലഭ്യമാകാതെ ഗുരുവായൂർ ടൗൺ ഹാൾ ലോകകപ്പ് ഫുട്ബോൾ ബിഗ് സ്ക്രീൻ പ്രദർശനത്തിന് നൽകേണ്ടതില്ലെന്ന് കാട്ടി സെക്രട്ടറിക്ക് കത്ത് നൽകുകയുമായിരുന്നു. ഇതിനിടയിൽ ഫുട്ബോൾ പ്രേമികൾ നഗരസഭാ സെക്രട്ടറിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും കോലമേന്തി ഗുരുവായൂരിൽ പ്രതിഷേധ പ്രകടനവും നടത്തി. സംഭവം വിവാദമായതോടെ NK അക്ബർ MLA തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജിയുമായി ബന്ധപ്പെട്ടു. മന്ത്രി ഇടപെട്ടതോടെ ബിഗ് സ്ക്രീൻ പ്രദർശനത്തിലെ തടസ്സം നീങ്ങി. തുടർന്ന് ഫുട്ബോൾ ബിഗ് സ്ക്രീൻ പ്രദർശനം ലോകകപ്പ് ഉദ്ഘാടന മത്സരത്തോടെ ആരംഭിച്ചു. ഇതിനിടയിൽ ഇന്നലെയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവുണ്ടായത്. നഗരസഭാ ടൗൺ ഹാളിൽ ഫുട്ബോൾ ബിഗ് സ്ക്രീൻ പ്രദർശനത്തിന് സൗജന്യമായി അനുവദിക്കുന്ന കാര്യത്തിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിലാണ് നടപടിയെന്നും കത്തിൽ അറിയിച്ചിരുന്നു. സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിന് അധിക പലിശ നൽകണം? ₹1 മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ്. കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം. പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ. ആളൂക്കാരൻ ഗോൾഡ് ലോൺ, വാടാനപ്പള്ളി, ഒരുമനയൂർ, ചാവക്കാട്, ഗുരുവായൂർ. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.